ഹലോ, വോളിയം എന്ന ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഇല്ലേ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നമ്മുടെ അടുത്ത് ചതുരത്തിലുള്ള, അതായത് റെക്റ്റാങ്കുലറിലുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിൻ്റെ നീളം, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ 4 സെൻറ്റിമീറ്റർ വീതമാണ്. ഓക്കെ, അതായത് എന്നിട്ട് അതിൻ്റെ ഉള്ളളവ്, അതായത് കപ്പാസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളടുത്തൊരു ക്യൂബ് ഉണ്ട്. ഇതാണ് ആ സാധനം വിചാരിച്ചോളി. ഇതിൻ്റെ നീളമായാലും വീതി ആയാലും ഉയരമായാലും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം 4ആണ്. ഓക്കെ, ഒക്കെ 4 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളെങ്ങനെ കപ്പാസിറ്റി കാണുക? കപ്പാസിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യും അല്ലേ? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, HT. ഓക്കെ, ഇവിടെ നീളവും വീതിയും ഉയരവും ഒക്കെ സെയിം അല്ലേ? അപ്പോൾ എല്ലാം 4. അപ്പോൾ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക? 64 എന്ന് കിട്ടും. ഓക്കെ, 64 ഇത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 64 സെൻറ്റിമീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റിമീറ്റർ ക്യൂബ് ഇങ്ങനെ എഴുതാം, ഘന സെൻറ്റിമീറ്റർ എന്ന് എഴുതാം, ഒക്കെ എഴുതാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ, ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റേഴ്സ് ക്യാൻ ബി സ്റ്റോക്ക്ഡ് ഇൻസൈഡ് ഇറ്റ്? അതായത് ഈ ഒരു ബോക്സിലേക്ക് 2 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും 2 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഇങ്ങനെയുള്ള കുറച്ച് ബോക്സുകൾ വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എത്ര ബോക്സുകൾ ഇതിൽ കൊള്ളുമെന്നാണ്. ഇതിൻ്റെ ഒരു സൈഡ് 2, എല്ലാ സൈഡും 2ആണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു ബോക്സ് ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ എത്ര എണ്ണം കൊള്ളും എന്നറിയണം. അതറിയാൻ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി എത്രയെന്നറിയാം. എന്നിട്ട് ഈ കപ്പാസിറ്റി വരുന്ന എത്ര എണ്ണം ഇതിൽ കൊള്ളും നോക്കിയാൽ പോരെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി കാണും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതായത് ഉള്ളളവ്, വോളിയം ഏതായാലും മതി ഇതിന്, അതെന്ന് പറയുന്നത് നീളം 2, വീതിയും 2, ഹൈറ്റും 2, ഒക്കെ 2 അല്ലേ? 2 × 2 × 2 എന്താ, അപ്പോൾ 8ആണ്. ഇനി നമുക്ക് ഈ വലുതിൻ്റെ കപ്പാസിറ്റിയിൽ നിന്ന് ചെറുതിൻ്റെ കപ്പാസിറ്റി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് എത്ര എണ്ണം ഇപ്പോൾ ഇവിടെ 1, 4 എണ്ണമല്ലേ, ഇവിടെ 1 പോയിക്കൊള്ളും, ഇവിടെ 1 കൊള്ളും, ഇപ്പോൾ 2, ഇങ്ങനെ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1 ഇങ്ങനെ പറയല്ലോ. അങ്ങനെ എത്ര എണ്ണം കൊള്ളുമെന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 64. ഇനി എത്ര ബോക്സ് കൊള്ളുമെന്നറിയാൻ നമ്പർ ഓഫ് ബോക്സസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? 64 / 8 ചെയ്യാം. കാരണം 64 എന്ന് പറയുന്നത് ഇത് വലിയതിൻ്റെ കപ്പാസിറ്റി അല്ലേ, ഈ 8 എന്ന് പറയുന്നത് ഈ ചെറുതിൻ്റെ കപ്പാസിറ്റി അല്ലേ. ആ വലുതിൻ്റെ ഉള്ളിൽ എത്ര ചെറുത് കൊള്ളുമെന്നറിയാൻ ഇതുപോലെയുള്ള എത്ര കട്ടകൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ കഴിയും എന്നതല്ലേ കപ്പാസിറ്റി അല്ലേ? ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കുന്നതിന് ലെവൽ കപ്പാസിറ്റി എന്ന് പറയാം. അപ്പോൾ ഇത് എത്ര എണ്ണം വെച്ചാലും ഇത് ഫില്ലാവാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണാണെന്ന് കിട്ടാനാണ് നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ 8 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ആണ്. ഇതാണ് ആ ടാങ്ക് വിചാരിക്കുക നിങ്ങൾ. ഇതാണ് നമ്മുടെ ടാങ്ക്. നമ്മൾ വെള്ളമൊക്കെ നിറയ്ക്കുന്ന ടാങ്കാണ് കേട്ടോ. ഇതാണിപ്പോൾ ആ ടാങ്ക് എങ്കിൽ ഈ ടാങ്കിൻ്റെ ഇത് 70 സെൻറ്റിമീറ്ററും 80 സെൻറ്റിമീറ്ററും 90 സെൻറ്റിമീറ്ററുമാണ് സൈഡുകൾ. അപ്പോൾ നമുക്ക് ഇവിടെ 70, ഇവിടെ 80 സെൻറ്റിമീറ്റർ, ഇവിടെ 90 സെൻറ്റിമീറ്റർ എന്നെടുക്കാം. എന്നിട്ട് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കണ്ടെയ്ൻ ഇൻ ഇറ്റ്? ഇതിൽ എത്ര ലിറ്റർ വാട്ടർ കൊള്ളുന്നതാണ് ക്വസ്റ്റ്യൻ.
വാട്ടർ എത്ര കൊള്ളും എന്നറിയാൻ നമുക്ക് ആദ്യം ഇതിൻ്റെ കപ്പാസിറ്റി എത്രയെന്നറിയണം. കപ്പാസിറ്റി കിട്ടിയാലല്ലേ നമുക്ക് എന്ത് കിട്ടുക, എത്ര ലിറ്ററാണ് നമുക്ക് കിട്ടുക. ഫസ്റ്റ് നമുക്ക് കപ്പാസിറ്റി കാണാം. കപ്പാസിറ്റി അതായത് ഉള്ളളവ്. ഉള്ളളവ് എങ്ങനെ കാണാല്? ഉള്ളിലുള്ള നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കണം. ഉള്ളിലുള്ള നീളവും വീതിയും ഉയരവും എത്രയാ? 70 × 80 × 90 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 17 × 80 × 90 എത്രയാ? 504 അല്ലേ? അല്ല സോറി, 504 അല്ല, 504 പിന്നെ ഒരു 3 പൂജ്യവും കൂടെ ഉണ്ടാവും. ഇത്രയ്ക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും ഇതിൻ്റെ എന്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേനോ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 504 ഇത്. ഈ ഒരു നമ്പർ എത്ര ലിറ്റർ ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് എത്രയാണെന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ലിറ്റർ കാണാൻ ലിറ്റർ ഈക്വൽ ടു 50,400 വിച്ച് ഇസ് ഡിവൈഡഡ് ബൈ 1000. ഇത് ചെയ്താൽ നമുക്ക് ഈ 3 സീറോസും ഈ 3 സീറോസും കട്ട് ചെയ്താൽ 504 ലിറ്റർ എന്ന് കിട്ടും. അപ്പം ഇത്രയ്ക്കും ലിറ്റർ വെള്ളമാണ് ആ ഒരു ടാങ്കിൽ കൊള്ളുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പാത്രത്തിലുണ്ടല്ലോ, ഒരു ചതുരപ്പാത്രം ഉണ്ട് കേട്ടോ. ഇതാണ് ആ ചതുരപ്പാത്രം വിചാരിക്കുക. ഈ ചതുരപ്പാത്രത്തിന് 90 സെൻറ്റിമീറ്റർ നീളവും 40 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. 90 സെൻറ്റിമീറ്റർ നീളവും 40 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ട്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇതിൽ ആകെ കൂടെ 180 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ വാട്ടർ കൊള്ളും. അങ്ങനെയാണെങ്കിൽ പാത്രത്തിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് എന്താണ് നമ്മൾ വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി എങ്ങനെ കാണുക? കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്താൽ. ഹൈറ്റ് എത്ര തന്നിട്ടില്ല, ഹൈറ്റ് നമ്മൾ കാണണം. ഹൈറ്റ് എത്ര കാണണം. ലെങ്ത്ത് എത്ര തന്നിട്ടുണ്ട്, ലെങ്ത്ത് 40 ആണ്. അതേപോലെ ബ്രെഡ്ത്ത് ഇത് 90 ഇത് 40 ആണ്. അതേപോലെ ഇതിൻ്റെ വോളിയം എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെ വോളിയം കണ്ടുപിടിക്കുക? വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. വോളിയം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നറിയാം. എത്ര ലിറ്റർ വെള്ളം അപ്പോൾ അതിൽ കൊള്ളുക? അതിൽ 180 ലിറ്റർ വെള്ളം കൊള്ളും. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 180 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും? 180 × 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ആവൂലേ? അതായത് 180 ഇത്രയ്ക്കും സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മൾക്ക് ഇപ്പോൾ ഇതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കിട്ടുക. ഇനി ഇതിൻ്റെ ഹൈറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഹൈറ്റ് കിട്ടാൻ ഹൈറ്റ് എന്ന് പറയുന്നത് വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ വോളിയം എന്നത് 1800 2 സീറോയും ലെങ്ത് എന്ന് പറയുന്നത് 90
ബ്രെഡ്ത്ത് 40 ഇസ് ഈക്വൽ ടു ഈ സീറോയും കട്ട് ചെയ്തു. എനിക്ക് അങ്ങനെ കട്ട് ചെയ്യണമെന്നും അറിയൂലെങ്കിൽ നിങ്ങൾ വേഗം ഹരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 1800 ഹരിക്കണം 9 × 4 36 അല്ലേ, 36 കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഇനി എത്ര വരിക? 50 എന്ന് വരും. അതായത് നമ്മുടെ ഹൈറ്റ് ആണ് 50 സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ? സെൻറ്റിമീറ്റർ അല്ലേ, 50 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ എനിക്ക് ചോദിക്കുക കേട്ടോ. താങ്ക് യു.